നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LP UP സ്കൂൾ ടീച്ചർ ആവാനുള്ള PSC എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സാം അടുത്തു അല്ലേ, ജൂലൈ 6-നാണ് എക്സാം. അപ്പോൾ എക്സാം അടുത്തു, ഇനി സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ എവിടെ നിന്നാണ് പഠിക്കുക, പുതിയ റാങ്ക് ഫയൽ മേടിക്കണോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ക്ലാസ് കിട്ടുക എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതും കൊണ്ടാണ് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ബോധനശാസ്ത്രവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചിന്തകർ, കുറേ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഭാഗത്തു നിന്നും PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീരീസാണിത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പരമാവധി കൂട്ടുകാരിലേക്ക് LP UP എഴുതുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ, അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകം റോബർട്ട് ഗാഗ്നെയുടേതാണ്. ആരുടേതാണ്? റോബർട്ട് ഗാഗ്നെ രചിച്ചതാണ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന പുസ്തകം. പഠിച്ചു വെക്കണം. അടുത്തത്, ലക്ഷ്യത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്ന ശക്തിയെ ലെവിൻ വിശേഷിപ്പിച്ചത് എന്താണ്? ലക്ഷ്യത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്ന ശക്തിയെ ലെവിൻ വിശേഷിപ്പിച്ചത് എന്താണ്? വെക്ടേഴ്സ് എന്നാണ് അല്ലെ, വെക്ടേഴ്സ് എന്നാണ് വിശേഷിപ്പിച്ചത്. ലക്ഷ്യത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്ന ശക്തിയെ ലെവിൻ വിശേഷിപ്പിച്ചത് വെക്ടേഴ്സ് എന്നാണ്. അടുത്ത ചോദ്യം, സൂക്ഷ്മ പഠനത്തിന്റെ ശേഷികളിൽ ഉൾപ്പെടാത്തത് ഏത്? സൂക്ഷ്മ പഠനത്തിന്റെ ശേഷികളിൽ ഉൾപ്പെടാത്തത് പ്രശ്ന പരിഹരണമാണ്. പ്രശ്ന പരിഹരണം ഒരിക്കലും സൂക്ഷ്മ പഠനത്തിന്റെ ശേഷികളിൽ ഉൾപ്പെടില്ല. അപ്പോൾ സൂക്ഷ്മ പഠനത്തിന്റെ ശേഷികളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചോദക വ്യതിയാനം, പ്രബലനം, ചിന്താദീപകമായ ചോദ്യങ്ങൾ ഉന്നയിക്കൽ. ഈ 3 കാര്യങ്ങളാണ് സൂക്ഷ്മ പഠനത്തിന്റെ ശേഷികളിൽ ഉൾപ്പെടുന്നത്. ചോദക വ്യതിയാനം, പ്രബലനം, ചിന്താദീപമായ ചോദ്യങ്ങൾ ഉന്നയിക്കൽ. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രശ്നപരിഹരണം അല്ലെ. ഇനി അടുത്തത്, ലബോറട്ടറി സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? എവിടെയാണ് ലബോറട്ടറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്? ഷിക്കാഗോ സർവകലാശാലയിൽ അല്ലെ. ഷിക്കാഗോ സർവകലാശാലയിൽ സ്ഥിതി ചെയ്യുന്ന ലബോറട്ടറി സ്കൂൾ സ്ഥാപിച്ചത് വില്യം ജെയിംസ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലബോറട്ടറി സ്കൂൾ സ്ഥാപിച്ചത് വില്യം ജെയിംസ് ആണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്തത്, പ്രശ്നോന്നിത വിദ്യാഭ്യാസ രീതി ആരുടേതാണ്? പൗലോ ഫ്രയർ. പ്രശ്നോന്നിത വിദ്യാഭ്യാസ രീതി, അതായത് പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി ആരുടേതാണെന്ന് ചോദിച്ചാൽ പൗലോ ഫ്രയറിൻ്റെതാണ്. ദ നാച്ചർ ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോഗ്നിഷൻ ആരുടെ പുസ്തകമാണ്? ആരുടേതാണ്? സ്പിയർമാൻ അല്ലെ. സ്പിയർമാൻ രചിച്ചതാണ് ദ നാച്ചർ ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോഗ്നിഷൻ. ആരുടേതാണ്? സ്പിയർമാൻ എന്നയാളുടേതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. 6 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് റോബർട്ട് ഗാഗ്നെയുടേതാണ്. ലക്ഷ്യത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്ന ശക്തിയെ ലെവിൻ വിശേഷിപ്പിച്ചത് വെക്ടേഴ്സ് എന്നാണ്. സൂക്ഷ്മ പഠനത്തിന്റെ ശേഷികളിൽ ഉൾപ്പെടാത്തത് പ്രശ്ന പരിഹരണം. ലബോറട്ടറി സ്കൂൾ സ്ഥാപിച്ചത് എവിടെ? ഷിക്കാഗോ സർവകലാശാലയിൽ. ആരാണ്? വില്യം ജെയിംസ് ആണ്. പ്രശ്നോന്നിത വിദ്യാഭ്യാസ രീതി പൗലോ ഫ്രയറിൻ്റെതാണ്. പിന്നെ ഈ ഗ്രന്ഥം രചിച്ചത് ആരാണ്? സ്പിയർമാൻ ആണ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്, അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതാണ്? അതായത് കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന അല്ലെ, കുട്ടിക്ക് ക്ലാസ്സിൽ വെച്ച് നമ്മൾ കൊടുക്കുന്ന കൈത്താങ്ങിൽ അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതാണ് എന്നാണ് ചോദ്യം. അതായത് കുട്ടിക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുട്ടിക്ക് പുതിയ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് അനുയോജ്യമല്ലാത്ത കൈത്താങ്. അപ്പം നമ്മൾ വേറെ ഏത് രീതിയിലാണ് കുട്ടിക്കൊരു കൈത്താങ് കൊടുക്കേണ്ടത്? അതായത് കുട്ടിക്ക് സൂചനകൾ കൊടുക്കാം അല്ലെ, സൂചനകൾ കൊടുക്കുക. പുതിയ പുതിയ ചോദ്യങ്ങളിലൂടെ കുട്ടിക്ക് സ്വയം തന്നെ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. കുട്ടിക്ക് സ്വയം പര്യാപ്തത നൽകുക, സ്വയം ചെയ്യാനുള്ള ഒരു കഴിവ് നൽകുക അല്ലെ, സ്വയം ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് ചെയ്യേണ്ട കൈത്താങ്. എന്നാൽ അതിൽ പെടാത്തതാണ് കുട്ടിക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് അത് കുട്ടി ചെയ്യുന്നത് കൊണ്ട് കുട്ടിക്ക് അതൊരു കൈത്താങ് ആയിരിക്കേയില്ല. മനസ്സിലായല്ലോ.
അടുത്തത് ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെ സ്വതന്ത്രമായാണ്. ഇത് ആരുടെ അഭിപ്രായമാണ്? വൈഗോട്സ്കിയുടെ അഭിപ്രായമാണ് അല്ലെ. വൈഗോട്സ്കിയാണ് പറഞ്ഞത് ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെ സ്വതന്ത്രമായാണ് എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ് എന്ന് ഓർമ്മിച്ചു വെക്കും. ഇതുപോലെയുള്ള ഉദ്ധരണികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷാശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ വേർഡ്സ് ഒക്കെ പഠിച്ചു വെക്കണം. അതൊക്കെയാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലൂടെ PSC നിരന്തരം ചോദിക്കുന്നത്. അടുത്ത ചോദ്യം, സമാനമായ ചോദ്യങ്ങൾക്ക് പഠിതാവ് വിവേചനക്ഷമതയോടെ വ്യത്യസ്ത പ്രതികരണങ്ങൾ നൽകുന്നുവെങ്കിൽ ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ ഏതു ഘട്ടത്തിലാണ് കുട്ടി ഉള്ളത്? എവിടെയാണ്? സമാനമായ ചോദ്യങ്ങൾക്ക് പഠിതാവ് എന്ത് ചെയ്യുന്നു? വിവേചനക്ഷമതയോടെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ ഏതു ഘട്ടത്തിലാണ് ആ കുട്ടിയുള്ളത്? ബഹുമുഖ വിവേചനം എന്ന ഘട്ടത്തിലാണുള്ളത്. ഇത് ആരുടേതാണ്? ഗാഗ്നയുടേതാണ് എന്നുകൂടി പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിലെ റിപ്പയർ തിയറി ആരുടേതാണ്? പഠനത്തിലെ റിപ്പയർ തിയറി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാൻ ലീനിൻ്റെതാണ് അല്ലേ. റിപ്പയർ തിയറി ആരുടേതാണ്? വാൻ ലീനിൻ്റെതാണ്. അപ്പം നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാം? വാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാൻ എന്ന വാഹനം ഓർമ്മിക്കുക അല്ലേ. വാന് നമ്മൾ റിപ്പയർ ചെയ്യണം എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ കണക്ട് ചെയ്യാലോ. വാൻ ലീൻ എന്ന് കാണുമ്പോൾ തന്നെ വാന് റിപ്പയർ ചെയ്യണം എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ റിപ്പയർ തിയറി കിട്ടും അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഒരു കൺഷൻ കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഓരോരാളുടെ ആശയങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതാണ്? കുട്ടിക്ക് ആശയങ്ങൾ ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പിന്നെ ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെ സ്വതന്ത്രമായാണ് എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അതുപോലെ തന്നെ സമാനമായ ചോദ്യങ്ങൾക്ക് കുട്ടി വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നൽകുന്നുവെങ്കിൽ ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഏതു ഘട്ടത്തിലാണ് കുട്ടിയുള്ളത്? ബഹുമുഖ വിവേചനം എന്ന ഘട്ടത്തിലാണുള്ളത് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ വാൻ ലീനിൻ്റെ റിപ്പയർ തിയറി. അപ്പോൾ ഇത്രയും 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കിലൂടെ പഠിച്ചത്. 10ഉം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 10 വീതം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എക്സാം ആകുമ്പോഴേക്കും സ്പെഷ്യൽ ടോപ്പിക്കിലെ എല്ലാ ഭാഗങ്ങളും പഠിച്ചെടുക്കാം. മുഴുവൻ മാർക്കും നമുക്ക് മിസ് ചെയ്യാതെ നേടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. LP UP നമുക്ക് എന്തായാലും നേടിയെടുക്കണം. കാരണം നിങ്ങളുടെ ഒരു സ്വപ്ന ജോലിയായിരിക്കും അത് അല്ലേ. ടീച്ചർ ആവുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്ന ജോലിയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കായാലും ഹസ്ബൻഡിനായാലും അല്ലെങ്കിൽ വീട്ടുകാർക്കായാലും വൈഫിനായാലും ആർക്കായാലും ഒരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അതൊരു പ്രത്യേക ഒരു പരിഗണന തന്നെയാണ്. അപ്പോൾ ആ ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്യുക. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.